നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. നാടിന് നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ. പിഴയായി വിധിച്ച 20 ലക്ഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ അതുല്യയ്ക്കും അഖിലയ്ക്കും നൽകണം. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന് കോടതി. ശിക്ഷ വിധിച്ചത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ എഡിറ്റർ KR അജയന് നോട്ടീസ്. കള്ളൻ വിജയൻ വിവാദമുണ്ടാക്കിയതെന്തിന്? വിശദീകരണം നൽകണം. ഇന്നത്തെ പത്രത്തിനൊപ്പം വന്ന ഇന്നലെ ഇറങ്ങേണ്ട സപ്ലിമെന്റിൽ കള്ളൻ വിജയൻ ഫീച്ചറില്ല. ഒന്നാം പേജിലും അവസാന പേജിലും VSന്റെ ഓർമ്മക്കുറിപ്പുകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് കർണാടകയിലെ കുടകിൽ നിന്ന്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. കൊറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ തൊഴിൽ മന്ത്രി വിളിച്ച് ചർച്ച പുരോഗമിക്കുന്നു. 20% പേരെ തിരിച്ചെടുക്കാമെന്ന് കമ്പനി. എല്ലാവരെയും തിരിച്ചെടുക്കണമെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളന തുടക്കം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും അയോധ്യ സംഭാവന തട്ടിപ്പും ഉന്നയിച്ച് പ്രതിപക്ഷം. രാജ്യം പുതിയ ഉയരങ്ങളിലേക്കെന്ന് പ്രധാനമന്ത്രി. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് മോദിയുടെ പ്രശംസ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചലോ സൻസദ് മാർച്ച് തടഞ്ഞു പോലീസ്. പിരിച്ചുവിടാൻ ലാത്തിചാർജ്. പ്രതിഷേധത്തിൽ സംഘർഷം. വെമ്പായത്തെ ബാർ കത്തിക്കലിൽ വധശ്രമത്തിനു കേസെടുത്ത് പോലീസ്. മദ്യപ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ പൊള്ളലേറ്റത് 5 പേർക്ക്. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഒരാളുടെ നില ഗുരുതരം. ബാറിന്റെ 80% കത്തി നശിച്ചു. ഉത്തരേന്ത്യയിൽ പെരുമഴയും മഴക്കെടുതിയും. മരണം 27ആയി. ജമ്മു കാശ്മീരിൽ 4 മിന്നൽ പ്രളയം. ഹിമാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ. വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. അർജന്റീനയെ നിഷ്പ്രഭരാക്കി സ്പെയിൻ ലോക ചാമ്പ്യന്മാർ. ജയം എക്സ്ട്രാ ടൈമിലെ ഫെറാൻ ടോറസിന്റെ ഗോളിൽ. അർജന്റീനൻ സംഘത്തിന് കൂച്ചുവിലങ്ങിട്ട് സ്പാനിഷ് മിഡ്ഫീൽഡർ. ന്യൂജേഴ്സിയിൽ വീണ്ടും കണ്ണീർ വാർത്ത് ലയണൽ മെസ്സി. സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത് 2ാം തവണ. ലോകവേദിയിലെ പുരസ്കാരങ്ങളിലും സ്പാനിഷ് തിളക്കം. ഗോൾഡൻ ബോൾ റോദ്രിക്ക്. കുബാർസി യുവതാരം. ഗോൾഡൻ ഗ്ലൗ ഉനൈസ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ പരിശീലകൻ. ഇറാനിൽ അമേരിക്കയുടെ ബോംബ് വർഷം. ഡാർക്കോവിൻ ആണവ നിലയമടക്കം ആക്രമിച്ച അമേരിക്ക. മിസൈൽ, ഡ്രോൺ, റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന അവകാശവാദം. കടുത്ത ഭാഷയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. മേഖലയിൽ സമാധാനത്തോടെ തുടരാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് മുസ്തഫ. പ്രധാനമന്ത്രിമാർ വാഴാത്ത രാജ്യമെന്ന പേരുദോഷം ബ്രിട്ടന് മാറുമോ? പുതിയ പ്രധാനമന്ത്രിയായി ആന്റി ബേണം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്പത്തിക ഉത്തേജനമടക്കം പ്രതീക്ഷകളിൽ ബ്രിട്ടൻ. ഐ ഹാവ് എ പ്ലാൻ എന്ന് പറയുന്ന ബേണത്തിന്റെ പ്രസംഗത്തിന് വലിയ സ്വീകാര്യത. ചെന്താമരയ്ക്ക് തൂക്കുകയർ. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. തുക ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമൂഹത്തിന്
ഒരു നെറ്റിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അത് അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് ആ കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. കാരണം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം. വധശിക്ഷ വിധിച്ചതിൽ ആശ്വാസമെന്ന് കുടുംബം, ഭയം അവസാനിച്ചിട്ടില്ലെന്നും മകൾ പറഞ്ഞു. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. ഞങ്ങൾ പോകുന്നില്ല എന്ന് തന്നെ വെച്ചിരിക്കുന്ന അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാ കണ്ടെത്തലും കോടതി ശരിവെച്ചു. അതുകൂടാതെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേസിൽ ChatGPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. പിന്നെ എന്തായാലും ഇങ്ങനൊരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ അതായത് പ്രതീക്ഷിച്ചിരുന്നു. 2025 ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ പാലക്കാട് DPOയിൽ വെച്ച് ഹരിശങ്കർ സാറ്, പഴയ DIG സാറ്, ഒരു മോക്ക് ട്രയൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം പ്രതിഭാഗം വക്കീലും പിന്നെ പഴയ SP അജിത് കുമാർ സാറ് ജഡ്ജിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അന്ന് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കനുസൃതമായിട്ട് പോലീസ് കൃത്യമായി മുന്നൊരുക്കം നടത്തിയിരുന്നു. ട്രയലിനടക്കം മുന്നൊരുക്കം നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് രമേശനാണ് SI. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രോസിക്യൂഷൻ വിങ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ വിങ് ആണ്. എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, പക്ഷെ ആ 2 കുട്ടികൾക്കുണ്ടായ ആ നഷ്ടത്തെക്കാൾ വലുതൊന്നുമല്ല ഞങ്ങളുടെ സന്തോഷം. 20 ലക്ഷം രൂപ പിഴത്തുകയുണ്ട്. അതിൽ അവരുടെ റിലേറ്റീവ്സിന് 1-2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കൊടുക്കണം. വിലാസിനിയുടെ ചന്ദമരയുടെ ഭാര്യയുടെ പേരിലുള്ള ആ വീട് വിറ്റിട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അഖിലയ്ക്കും അനശ്വരയ്ക്കും അതുല്യക്കും പിന്നെ ലക്ഷ്മിയുടെ മകൻ സുരേന്ദ്രൻ, സുനിത എന്നിവർക്കും ഇത് പ്രപ്പോർഷനിൽ അത് എത്ര പ്രപ്പോർഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിധിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. പ്രതിഭാഗത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ChatGPT വഴിയൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അത് കോടതി വല്ലാതെ വലിച്ചു കയറി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ChatGPT ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾ എനിക്കറിയില്ല. അവ്യക്തതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിക്ക് കുറ്റബോധം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. മേൽക്കോടതിയിൽ പോകാൻ പുതിയ തെളിവുകളുടെ ആവശ്യമില്ല. ഇപ്പം നടത്തിയ വിചാരണയുടെ കോടതി കണ്ടെത്തിയ ആ ഫൈൻഡിങ്ങുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ മേൽക്കോടതിയിൽ പോകുന്നത്. അതിലെന്താ അപാകതയുള്ളത്? കോടതി തെളിവുകളെ സമഗ്രമായി പരിഗണിച്ചിട്ടില്ല. കോടതി ഒരു മുൻവിധിയോടുകൂടി കണ്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ആഴത്തിലുള്ള യാതൊരു പരിശോധനയും തെളിവുകളിലേക്ക് കോടതി കടന്നിട്ടില്ല. ഒരു ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായി വന്നിട്ടില്ല. അത് ഈ വിധിക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതിനപ്പുറം ശാസ്ത്രീയ തെളിവുകളൊന്നും ആയുധത്തിൽ നിന്നും പ്രതിയുടെ സെൽസ് കണ്ടെത്തി. പക്ഷെ പ്രതിക്ക് ഒരു മുറിവുണ്ടായിരുന്നില്ല. അത് കണ്ടെത്താൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുതന്നെ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച് തെളിവാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ആയുധത്തിൽ നിന്നും പ്രതിയുടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടു. പ്രതിക്ക് എന്നാൽ ഒരു മുറിവുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. പ്രതി പുറത്തിറങ്ങിയാൽ മാനസാന്തരപ്പെടുമോ എന്ന കാര്യത്തിൽ കോടതിക്ക് തന്നെ വിശ്വാസമില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ഈ വിധി. ഇനിയിപ്പോൾ പ്രതിഭാഗത്തിന് അപ്പീലടക്കമുള്ള കാര്യങ്ങളാണ്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ള ഒരു വിധിയാണ് ഇന്ന് ചെന്താമര കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഫുൾ പ്രൂഫായിട്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുന്ന അവസ്ഥ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി തന്നെ കണ്ടെത്തുന്നു. ഇയാളുടെ മുൻ കുറ്റകൃത്യം, അതായത് സജിത വധക്കേസും അതിൻ്റെ തുടർച്ചയാണ് ഈ കൊലപാതകങ്ങളെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും മൊഴികളും വളരെ നിർണായകമായി എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്ന്. ഇയാൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധത്തിൽ അയാളുടെയും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടവരുടെയും ശരീരത്തിൻ്റെ സ്റ്റെമ്മ് കോശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേസിൽ നിർണായകമായ ഒന്നാണ്. അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുമെന്ന് അതിൻ്റെ സൂചനകൾ ഈ പരിസരവാസികൾക്ക് കിട്ടിയിരുന്നു. കടക്കാരനോട് പണം തിരിച്ചു കൊടുക്കാനുള്ള കടം കൊടുക്കാനുള്ളത് പൂർണ്ണമായും തന്നു തീർക്കാമെന്നും ഇനി കുറച്ച് ദിവസം ഞാൻ ഉണ്ടാവില്ല എന്നും കടക്കാരനോട് ഇയാൾ കൊലപാതകത്തിന് മുൻപ് മൊഴി പറഞ്ഞിരുന്നു. ആ കടക്കാരൻ ഈ മൊഴി കൃത്യമായിട്ട് പോലീസിനോട് പറയുകയും ഈ ഒരു കൊലപാതകം ഇയാൾ ആസൂത്രണം ചെയ്തതാണെന്നും മുൻകൂട്ടി ഉറപ്പിച്ചതാണെന്നും തെളിയിക്കുവാൻ കോടതിക്ക് മുമ്പാകെ പോലീസിനും പ്രോസിക്യൂഷനും ഹാജരാക്കാനും സാധിച്ചു. അതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലായിട്ടാണ് കോടതി കാണുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് ഒരു തരത്തിലും മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഇയാൾ കൊലപാതകം ചെയ്തതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അയാൾ ഭീഷണിയാണ് സമൂഹത്തിനും അതുപോലെ തന്നെ സുധാകരൻ്റെ കുട്ടികൾക്കുമെന്നും കോടതി നിരീക്ഷിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒന്നുകൂടിയുണ്ട്. ഈ സാക്ഷിമൊഴികളിൽ 4 പേർ കൂറുമാറിയിട്ടും അത് കേസിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് അത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന് തെളിയിക്കാനും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഈ മൊഴി മാറാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന സാക്ഷികൾ അവരുടെ ലൊക്കേഷൻ, ആ കൃത്യം നടന്ന സമയത്ത് അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസ് ഗൂഗിളിൻ്റെ സഹായത്തോടെ കണ്ടെത്തി അതും കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും സയൻറ്റിഫിക്കായിട്ടും ഫോറൻസിക്കായിട്ടുമുള്ള എല്ലാ തെളിവുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും ഇയാൾക്കെതിരെ കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോടതിയും പങ്കുവച്ചു. നെന്മാറ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മൊഴിയും നിർണായകമായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എൻ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മൊഴി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി സാക്ഷികൾ എവിടെയെന്നു കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് മുൻപ് ഡമ്മി ട്രയൽ നടത്തിയത് കേസിൽ നിർണായകമായെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. ചെന്താമര കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മുരളീധരൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോടതിയുടെ വിധി പോലീസിനെ സംബന്ധിച്ചൊരു അംഗീകാരമാണല്ലോ അല്ലേ? അതെ, ഞങ്ങൾ പെട്ടെന്ന് ചാർജ് ഷീറ്റ് ഒരു 56 ഡേയ്സിലൊക്കെ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, കേസ് നിൽക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ നമ്മുടെ SP സാർ അത് പറയുമായിരുന്നു, അത് കിട്ടും, ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും. കാരണം ആൾറെഡി ഒരു കേസിൽ ഇങ്ങനെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് സയൻറ്റിഫിക് എവിഡൻസുകളെല്ലാം നമ്മൾക്ക് ഫേവറായിരുന്നു. പിന്നെ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിനെ കൊണ്ട് നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാമായിരുന്നു. ഡമ്മി ട്രയൽ നടത്തിയെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ മോക്ക് ട്രയൽ നടത്തിയ എന്താണെന്ന് വെച്ചാൽ 3/2 തോന്നുന്നു ഹരിശങ്കർ സാർ ഈ കേസിൻ്റെ പ്രതി അറസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂ നടത്തുന്നതിനായിട്ട് ഹരിശങ്കർ സാർ വന്നിരുന്നു. അന്നത്തെ റേഞ്ച് DIG ആയിരുന്നു അദ്ദേഹം. വന്ന ശേഷം അദ്ദേഹം SP സാറിൻ്റെ കസേരയിൽ പാലക്കാട് DPOയിൽ ഇരുന്നിട്ട് SP സാർ സൈഡിൽ ജഡ്ജായിട്ടും അദ്ദേഹം പ്രതിഭാഗം വക്കീലായിട്ടും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടും ഇരുന്നിട്ട് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്, ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ തെളിവുകൾ എന്താണ്, അതിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഹരിശങ്കർ സാറ് നോക്കി. അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ് ഈ കേസ് ശിക്ഷിക്കാനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ കുറേ ചേഞ്ചസ് വരുത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 4 ഫയലുണ്ടായിരുന്നു. ഒരു ഫയൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്രിപ്റ്ററി വർക്കൊക്കെ നടത്തിയ ഈ 2 പോലീസുകാരാണ്. ഇവരാണ് അവരുടെ ഫയലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ SP സാറിൻ്റെ ഒരു ഫയലുണ്ടായിരുന്നു. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കോടതി കൊടുക്കാൻ ഒരു ഫയലുണ്ടായിരുന്നു. പിന്നെ ഒരു ഫയൽ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു കേസ് നോക്കാനായിട്ട് 4 ഫയലുണ്ടായിരുന്നു. 4 ടൈപ്പ് മോണിറ്ററിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സാക്ഷികൾ കൂറുമാറിയതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിച്ചത്? സാക്ഷികൾ കൂറുമാറില്ലെന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അവരവിടെ ആ സമയത്ത് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ടൈം ലൈൻ വെച്ചിട്ട് അവരുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ കോടതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ മറ്റു നടപടി വരുമെന്ന് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് 1-2 ദിവസങ്ങളിലൊന്നും ആൾക്കാർ പോലീസുമായിട്ട് വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളൊരു 3-4 പേര് രാവിലെയും വൈകുന്നേരമായി പോയി നാട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്ന തന്നെ.
അപ്പോൾ അങ്ങനെ ഒരുപാട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ രസകരമായൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ശരിക്കും ഈ അന്വേഷണം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിരുന്നു എന്ന് വിധി വന്നപ്പോഴാണല്ലോ ഒരു ബോധ്യപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും. അതെ, കാരണം എന്നെ 3 ദിവസമാണ് വിസ്തരിച്ചത്. ആകെ 3 ദിവസം എന്നെ വിസ്തരിച്ചുള്ളൂ. സാധാരണ ഇത്ര ഒരു ചിലരിൽ നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നത് 6 ദിവസം 7 ദിവസമൊക്കെ ചില മർഡർ കേസുകളുടെ ട്രയൽ നടക്കാറുണ്ട്. അപ്പോൾ പ്രതിഭാഗം വക്കീൽ നല്ല വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ChatGPT ജനറേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് അറിയില്ല എന്ന് പറയാല്ലാതെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എവിഡൻസുകൾ ഉണ്ടാക്കാനോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ തെറ്റിപ്പോയാൽ പിന്നെ മൊത്തം കുളമാവും. ഈ കേസിൽ നിർണായകമായത് എന്താണ്? വിധി ഇത്രയും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച വിധി ഏറ്റവും നിർണായകമായത് എന്താണ്? നിർണായകമായത് ഈ സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ്. കൊടുവാളിൻ്റെ പിടിയിൽ നിന്ന് പുള്ളിയുടെ DNA കിട്ടിയിരുന്നു. അതൊരു ഹാർഡ് സർഫേസ് ആയതുകൊണ്ട് അതിന് കിട്ടിയിരുന്നു. അതുകൂടാതെ പുള്ളി വേലിചാടി പോയ സമയത്ത് അയാളുടെ ഉടുപ്പുകളിൽ നിന്നുള്ള ഫൈബർ കണ്ടൻസ് അവിടുത്തെ കമ്പിവേലിയിലുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ ആ പോത്തുണ്ടി ജംഗ്ഷൻ്റെ അവിടെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ നീ പൈസയൊക്കെ അന്ന് തിരിച്ചു കൊടുത്തിട്ട് എന്താ ചെന്താമരേട്ട നിങ്ങൾ ഇപ്പോൾ തന്നെ പൈസയൊക്കെ തിരിച്ചു ഇല്ല, ഇനിയും ചിലപ്പോൾ നമ്മൾ കാണാൻ വഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷറഫുദ്ദീൻ അതേപോലെ തന്നെ വന്ന് ചായക്കടക്കാരൻ വന്ന് കോടതിയിൽ അതേപോലെ തന്നെ വന്ന് പറഞ്ഞിരുന്നു. അതെ, പിന്നെ പുഷ്പ കറക്റ്റായി പറഞ്ഞു, കുറേ സാക്ഷികൾ കറക്റ്റായി പറഞ്ഞു. എന്നിരുന്നാലും സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. മാതൃകയാണ് ഒരു വിധി അല്ലേ? മാതൃകയാണ് എന്ന് പറയാം. എന്നാലും അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തുകൊണ്ട് എങ്ങനെ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു എന്നതിൻ്റെ കാരണം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴി ഇതെല്ലാം തന്നെ ഒരേപോലെ ഈ കേസിൽ നിർണായകമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. പ്രജിത്ത് കോങ്ങാടനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് വിവരം. താടി വളർത്തി രൂപം മാറിയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതിയെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ. SP-യുടെ വാക്കുകൾ. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറിനെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് കർണാടകയിലും ആന്ധ്രയിലുമായ പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പാകെയുള്ള വിഷയമാണ്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. കോടതി മുമ്പ് ഹാജരാക്കേണ്ട പ്രതിയാണ്. ബാക്കി പ്രൊസീജിയർ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ആശ്വാസം നൽകുന്നുവെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ പ്രതികരിച്ചു. മറ്റുള്ള എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം, മകൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, മകന് നീതി വേണം എന്നും കുടുംബം ആവശ്യപ്പെട്ടു. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവൻ്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. നിങ്ങൾ ചാനലിലും പത്രങ്ങളിലും എഴുതുന്നത് പോലെയല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത് വ്യക്തമായ കാരണങ്ങളും തെളിവുകളുമുണ്ട്. ഇന്ന് വരയ്ക്കും അവർ ഒരു വീഡിയോ ക്ലിപ്പിങ്ങുകൾ പോലും പുറത്തു വിട്ടിട്ടില്ല. വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. ആര് കൊന്നു തള്ളി എന്നാണ് ചോദ്യം, പിതാവിൻ്റെ ചോദ്യം രോദനത്തോടെയുള്ള. എൻ്റെ മകനെ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യൂല, ചാടി മരിച്ചുവെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൊട്ടിഘോഷിക്കുന്നു. ചാടി മരിച്ചല്ല, കൊന്നുകൊണ്ടിട്ടതാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. നിങ്ങളെല്ലാം അത് പുറത്തു കൊണ്ടുവരണം. പക്ഷേ ഡോക്ടർ എന്ന് പറയണ അവനിനി ഡോക്ടറായിട്ടിരിക്കാനുള്ള ഒരു പദവിയുമില്ല. ആരെ ഡോക്ടർ റാമെന്ന് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത്? ഡോക്ടറല്ല അവൻ, കൊലയാളി റാം, നരാധമൻ റാം. അവനെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകനെ ഏത് രീതിയിൽ പീഡിപ്പിച്ചോ അവൻ ആ രീതിയിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ പീഡിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവനെ വീണ്ടും പുറത്തു കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അത് നടക്കൂല. അവനെ അങ്ങേയറ്റം
പ്രമാദകരമായ ഏത് വിധത്തിലുള്ള ശിക്ഷയാണ് അത് തന്നെ വാങ്ങിക്കൊടുക്കണം. വധശിക്ഷയെങ്കിൽ വധശിക്ഷ. നിതിൻ രാജിന്റെ മരണത്തിൽ പുതിയ അന്വേഷണം വേണമെന്ന ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലായിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകിയത്. ഇത്രയും തെളിവുകളുണ്ടായിട്ടും 2 കോടതികൾ ജാമ്യം തള്ളി, മൂന്നാമത് സുപ്രീം കോടതി ജാമ്യം തള്ളിയിട്ടും ക്രൈംബ്രാഞ്ച് പോലീസ് ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ മാറ്റി പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കണം എന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടാനാണ് കുടുംബവും ആക്ഷൻ കൗൺസിലും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഉള്ള തീരുമാനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 28, 29 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അറസ്റ്റ് സ്വാഗതാർഹമാണ്. പക്ഷേ യഥാർത്ഥ പ്രതികളായ അധ്യാപകരായ മറ്റു ചില ആളുകൾ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടാനുള്ളത്. അതേസമയം പ്രതി അന്വേഷണവുമായി സഹകരിക്കുമെന്നും ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തതിന്റെ സമ്മർദ്ദമാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമെന്നും റാമിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നമ്മളെ ഡോക്ടർ റാം സർ ഇതിൽ ഒരു വിധത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. നമുക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിശ്വാസമുണ്ട്. അവർ ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാൾ കുറ്റവാളി അല്ല എന്നൊരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി അടക്കം ഈ ഇൻവോൾവ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. സുപ്രീം കോടതി our party has been up to Supreme Court, but when the matter is under investigation, there are some stray allegations were made in the statements what the parents have filed a complaint, but those statements are nothing to do with this my client, because now what transpired on that day, some other 2 more affairs were registered, you know that. And in that case, how the victim, we'll respect the parents, we'll first of all console their parents. Anyhow, their parents have lost their son. We are not into that, we are respect them. But the thing is, the investigation papers or the investigation, in the investigation, the truth will come out. What is the role of my client? KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, ഏതായാലും ഈ പ്രതി ഇയാൾ പിടിയിലായിരിക്കുന്നു, ദീർഘകാലമായ ഒളിവിലായിരുന്നു, രൂപമാറ്റമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ഇയാളെ പിടിച്ചത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കുടകിൽ ആളുമാറി താടി വെച്ച് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പിടിയിൽ ഡോക്ടർ റാം ആകുന്നത്. ഏതായാലും അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്, വൈദ്യപരിശോധനയും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും 3 മാസത്തിന് ശേഷം, അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 3-ാം നിലയിൽ നിന്നും ചാടി ജീവനൊടുക്കുന്നത്. അങ്ങനെ 3 മാസത്തിന് ശേഷം കീഴ്ക്കോടതി, ഹൈക്കോടതി, അതുപോലെ തന്നെ സുപ്രീം കോടതി 3 നീതിപീഠങ്ങളും മുൻകൂർ ജാമ്യ ഹർജി തള്ളുക മാത്രമല്ല പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ റാം പിടിയിലാകുന്നത്. ഏതായാലും കുടുംബം വ്യക്തമാക്കുന്നത് ഇതിൽ ആശ്വാസമുണ്ട്. പക്ഷേ ഇതിൽ മുഴുവൻ പ്രതികളെയും, അതായത് അവിടെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യമുണ്ട്, ആ ദൃശ്യത്തിൽ കാണുന്ന നിതിൻ രാജിനെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയ ആളുകളെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരാവശ്യമാണ് ഇവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അജിത ബീഗത്തിന്റെ കീഴിൽ പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഈ കേസ് അന്വേഷിക്കുമെന്ന ഒരു തീരുമാനം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അതായത് കുടുംബം രാവിലെ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ചിരുന്നു. ഈ കേസിലെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അധ്യാപകർ ഉൾപ്പെടെ. ആ അധ്യാപകരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഇവർ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ അജിത ബീഗത്തിന്റെ കീഴിൽ പുതിയൊരു സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും ആരൊക്കെ ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ കേസ് കൂടുതൽ ശക്തമായി അന്വേഷിക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും റാമിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആരൊക്കെ ഇയാൾക്ക് ഒളിവിൽ പോകാൻ സഹായിച്ചു അവരെല്ലാം ഇനി പിടിയിലാകാനുണ്ട്. കാരണം ആന്ധ്രാപ്രദേശിൽ ഒരു പ്രാദേശിക പാർട്ടിയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്, അവരുടെ സംരക്ഷണയിലായിരുന്നു റാം എന്നാണ് പറയുന്നത്.
ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ കുറേ നാളുകളായി ആന്ധ്രയിൽ പലയിടങ്ങളിലും ഇയാളെ അന്വേഷിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇയാൾ കർണാടകയിലേക്ക് പിന്നീട് കടക്കുകയായിരുന്നു. കർണാടകയിൽ കുടകിൽ നിന്നാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഏതായാലും വൈദ്യ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം കടക്കും. ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ബൈജു നൽകിയത്. മറ്റൊന്ന്, ദേശാഭിമാനി വിവാദത്തിൽ വാരാന്ത പതിപ്പ് എഡിറ്റർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് 4 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ലേഖനത്തിന്റെ പേരിൽ അനാവശ്യ വിവാദമുണ്ടാക്കി എന്നതാണ് കാരണം. വിവാദം മാധ്യമങ്ങളെ അറിയിച്ചില്ലെന്നും കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നു. VS-ന്റെ ഓർമ്മക്കുറിപ്പുകളുമായി ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഇന്നാണ് പുറത്തിറങ്ങിയത്. കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം പതിപ്പിലില്ല. 1-ാം പേജിലും അവസാന പേജിലും VS-ന്റെ ഓർമ്മക്കുറിപ്പുകൾ തന്നെയാണുള്ളത്. ഇന്നലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വാരാന്ത പതിപ്പ് പുറത്തിറങ്ങിയിരുന്നില്ല എന്നാണ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ M. സ്വരാജിന്റെ വിശദീകരണം. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടെയാണ് VS-ന്റെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിൽ കാസർഗോഡ് ജില്ലയെ അവഗണിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അംഗങ്ങളെ കണ്ടെത്തിയത് യോഗ്യത മാനദണ്ഡമാക്കിയാണ്. ഏതെങ്കിലും ജില്ലയ്ക്ക് പ്രാതിനിധ്യമില്ല എന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടില്ലെന്നും മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കി. പ്രത്യേകിച്ച് പട്ടികയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത്. സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ അതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നത്. ഇപ്പോൾ അധ്യാപകരുടെ കാറ്റഗറി ഉണ്ട്, അതിനകത്ത് തന്നെ നമുക്ക് വിവിധ പ്രിൻസിപ്പൽമാരുടെ അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ച ഏതെങ്കിലും വ്യക്തിയുടെ യോഗ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ആർക്കെങ്കിലും ഉയർത്തി കാണിക്കാൻ സാധിക്കും. നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഈ സർവകലാശാലയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നും കൃത്യമായിട്ട് അതിനകത്ത് പ്രാതിനിധ്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മള് സർവകലാശാല എന്ന് പറയുന്നത് മൊത്തം ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം അല്ല. സർവകലാശാല എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തും അതിന് കൃത്യമായിട്ടുള്ള പ്രവർത്തന മേഖലയുള്ളതാണ്. അവിടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനവും ഒരു സർവകലാശാലയിലും ഇല്ല. അത് നിങ്ങൾ അതിനകത്ത് തർക്കമൊന്നും പറയണ്ട, നിങ്ങൾ ഒരു തർക്കവും പറയണ്ട. അതിനകത്ത് പാർട്ടി അല്ല, അത് ഗവൺമെന്റ് കൃത്യമായിട്ട് കൂടി ആലോചിച്ച് യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. അവർ കണ്ണൂരെ കാര്യം നോക്കാനും കാസർഗോട്ടെ കാര്യം നോക്കാനും വയനാട്ടെ കാര്യം നോക്കാനും ഒക്കെ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അതിനകത്ത് ആരും ആശങ്കപ്പെടേണ്ട. പുതുച്ചോറ് വിവാദത്തിൽ നിലപാട് ഭയപ്പെടുത്തി മന്ത്രി കെ മുരളീധരൻ. അന്നം മുടക്കിയല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. ഭക്ഷണം മുടക്കുന്നതിന് ഒരു തടസ്സവുമില്ല. DYFIയും സേവാഭാരതിയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ ആലപ്പുഴയിൽ മാത്രം കൊണ്ടുവരാനുള്ള തീരുമാനമാണ്. മറ്റിടങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ നടക്കട്ടെ, മറ്റെവിടുന്നെങ്കിലും പരാതി കിട്ടിയാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളം ഭരിക്കുന്നത് U-ടേൺ ഗവൺമെന്റ് എന്ന് VN വാസവൻ. ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ പ്രായോഗികമല്ല, പൊതുച്ചോറ് പദ്ധതി തുടരാൻ അവസരം നൽകണമെന്നും VN വാസവൻ പറഞ്ഞു. ഒരു U-ടേൺ ഗവൺമെന്റാണ് ആദ്യം മുതൽ ഈ ഗവൺമെന്റ് നമ്മൾ കണ്ടു. അത് എല്ലാ വകുപ്പിലും ഇതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഓരോന്നിലും U-ടേൺ എടുക്കും. ഇത് പറയുമ്പോഴും ഒരാളെ പരിഹസിക്കുമ്പോഴും ഒക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ പരിശോധിച്ച് വേണ്ടേ പറയാം. അതീവ ജാഗ്രതയോടുകൂടി ആരോഗ്യ പരിപാലന രംഗത്ത് ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് എല്ലാ സൗകര്യവും ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ട ആരോഗ്യ വകുപ്പും അതിൻ്റെ ഓരോ സമീപനങ്ങളും തലതിരിഞ്ഞ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ലോക്ക്ഡൗൺ പീരീഡിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താൻ ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് കഴിയില്ല. പെട്ടെന്ന് ആശുപത്രിയിലെ രോഗികളുടെ കാര്യത്തിനും പരിചരണത്തിനും വരുന്ന രോഗികൾ എങ്ങനെയാണ് ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനത്തിലേക്ക് വരിക? അതിന് വിഭവങ്ങൾ സമാഹരിക്കണ്ടേ, അത് പാകപ്പെടുത്തി കൊടുക്കണ്ടേ, അതേപോലെ തന്നെ അതിൻ്റെ കൃത്യത നോക്കണ്ടേ, ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കണ്ടേ, ഇതെല്ലാം നോക്കിയിട്ട് വേണ്ടേ അവർക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അത് അപ്രായോഗികമായ ഒരു കാര്യമെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് ഒരുപക്ഷെ ചില സ്ഥലത്ത് പരാജയപ്പെട്ടൊരു കാര്യമാണ്. വീണ്ടും അത്തരൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ആശുപത്രിക്കകത്ത് സംഘടിപ്പിച്ച് കൊടുക്കുമെന്നാണ്. അത് തികച്ചും അശാസ്ത്രീയമായ അപ്രായോഗികമായ കാര്യം. 800 ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച തുടരുകയാണ്. സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത്.
20% ജീവനക്കാർ തിരിച്ചെടുക്കാമെന്ന നിലപാടിലാണ് കമ്പനി. അതിനുള്ള സാഹചര്യമേ നിലവിലുള്ളൂ എന്നും അധികൃതർ പറഞ്ഞു. എന്നാൽ മുഴുവൻ ജീവനക്കാരെയും തിരിച്ചെടുക്കണമെന്ന് സർക്കാർ നിലപാടെടുത്തു. ജീവനക്കാരുടെ പ്രതിനിധികളുമായി വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കോറോ ഹെൽത്ത് HR വിഭാഗത്തിന്റെ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരാണ് ചർച്ചയിൽ നേരിട്ട് എത്തിയത്. വർഷകാല സമ്മേളനം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, രാമക്ഷേത്രത്തിലെ സംഭാവന മോഷണം തുടങ്ങി വിവിധ വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സഭ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് മോശം മാതൃക സൃഷ്ടിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചുവെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ വഴങ്ങിയില്ല. തുടർന്ന് സ്പീക്കർ ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചു. രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെയും മോദി അഭിനന്ദിച്ചു. സ്കൈ റൂട്ടിന്റെ വിജയം ഇതിന് ഉദാഹരണമാണ്. യുവത അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കിയെന്നും മോദി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കും പ്രധാനമന്ത്രിയുടെ ഒളിയമ്പുണ്ടായി. 56 വയസ്സുള്ള യുവതിയെക്കുറിച്ചല്ല താൻ പറഞ്ഞതെന്നായിരുന്നു മോദിയുടെ പരാമർശം. भारत का एक युवा स्टार्टअप उसने बहुत बड़ी सिद्धि प्राप्त की है और ये जो स्काईरूट स्टार्टअप है उसमें जो नौजवान काम कर रहे हैं, मुझे बताया गया उनकी पूरी टीम की जो एवरेज एज है वो सिर्फ 28 साल है. ऐसे नौजवानों ने ये काम करके दिखाया है. मैं किसी 56 साल के नौजवान की बात नहीं कर रहा हूं. मैं देश के ये स्टार्टअप ने 28 के एवरेज वाले नौजवानों ने अंतरिक्ष में भारत का झंडा गाड़ दिया है. उनको तो बधाई है ही है, लेकिन ऐसी बातें जो हैं जो भारत को आत्मविश्वास से भर देती है. विश्व में भारत का प्रोफाइल सर्वमान्य सर्वस्वीकृत बनता जाता है. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്രമന്ത്രി JP നഡ്ഡ CJP നേതാക്കളുമായി ചർച്ച നടത്തും. ആദ്യം ജില്ലാ മജിസ്ട്രേറ്റുമായും പിന്നീട് കേന്ദ്ര സർക്കാരിലെ ഒരു സെക്രട്ടറിയുമായും ഒരു സഹമന്ത്രിയുമായും ചർച്ച നടത്താമെന്ന് സന്നദ്ധ പ്രകടിപ്പിച്ചെങ്കിലും അത് CJP നിരസിച്ചു. പ്രധാനമന്ത്രിയുമായോ ക്യാബിനറ്റ് മന്ത്രിയുമായോ മാത്രമേ ചർച്ച നടത്തൂ എന്നായിരുന്നു നിലപാട്. അതേസമയം ഇന്ന് രാവിലെ CJP നടത്തിയ പാർലമെന്റ് മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് കലാശിച്ചു. പ്രവർത്തകരെ പിടിച്ചുവിടാൻ പോലീസ് ലാത്തിവീച്ചി. പ്രതിഷേധം തുടരുന്നതിനായി വൻ സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ BNSS സെക്ഷൻ 163 പ്രകാരമുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൈത്ര, നേതാക്കളായ പ്രകാശ് രാജ്, ഷബാന ആസ്മി, ആസാദ് സമാജ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദ് എന്നിവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കൊച്ചിയിൽ ബാലവേലയ്ക്കെത്തിച്ച 9 കുട്ടികളെ രക്ഷപ്പെടുത്തി. ബീഹാറിൽ നിന്നെത്തിയ 9 ആൺകുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. കുട്ടികളെ കൊണ്ടുവന്ന 2 യുവാക്കൾ അറസ്റ്റിലായി. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് ജോലിക്കെത്തിച്ചതായിരുന്നു കുട്ടികൾ. ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് ബാലവേലയ്ക്കായി എത്തിയ 9 ആൺകുട്ടികളെയാണ് പോലീസ് രക്ഷപ്പെടുത്തിയത്. പെരുമ്പാവൂരിലുള്ള ഒരു പ്ലൈവുഡ് ഫാക്ടറിയിലേക്കാണ് ഇവരെ ജോലിക്കായി എത്തിച്ചതെന്നാണ് ഇവരുടെ ഏജന്റുമാര് പോലീസിന് നൽകിയ മൊഴി. എന്നാലും കേരളത്തിൽ ആർക്കാണ് ഈ മലയാളി പെരുമ്പാവൂരിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ എത്തിച്ചതെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മണിക്കൂറിൽ 50 രൂപ കൂലി വാഗ്ദാനം ചെയ്താണ് ഈ കുട്ടികളെ കേരളത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ട്രെയിനിലായിരുന്നു ഇവരെ കൊണ്ടുവന്നത്. സംശയാസ്പദ 9 കുട്ടികളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചതിൽ
പോലീസിന് സംശയം തോന്നിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കുട്ടികളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. അതിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വന്നത് ജോലിക്കാണെന്ന മൊഴി കുട്ടികൾ നൽകുകയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തു. ബീഹാർ സ്വദേശികളായ W നാട്, സുനിൽ മോണ്ടാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ കേരളത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് ഇവരെ ജോലിക്കായി എത്തിച്ചതെന്നാണ് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ എത്തിച്ചത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം വെമ്പായത്ത് ബാറിനുള്ളിൽ മദ്യപിച്ച സംഘങ്ങൾ ഏറ്റുമുട്ടി പരസ്പരം പെട്രോൾ ഒഴിച്ച തീവെച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. 5 പേർക്കാണ് സംഭവത്തിൽ പൊള്ളലേറ്റത്. ബാറിന്റെ ഉൾഭാഗം ഭാഗികമായി കത്തി നശിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പൊള്ളലേറ്റ 5 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെമ്പായത്തെ ശ്രീവത്സം ബാറിൽ ഇന്നലെ രാത്രി 9 മണിക്കാണ് AC റൂമിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന 2 സംഘങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. അതിനിടയിലാണ് നന്നാട്ടുകാവ് സ്വദേശിയായ അനീഷ് ഈ തർക്കത്തിനിടയിൽ പുറത്തുപോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ എതിർഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് പെട്ടെന്ന് തീ കൊളുത്തിയത്. അനീഷ് ഉൾപ്പെടെ 6 പേർക്കാണ് സാരമായി പൊള്ളലേറ്റത്. 6 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് അനീഷിന് എതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ ബാറിൻ്റെ ഒരു ഭാഗത്തേക്ക് AC റൂമിനുള്ളിലേക്ക് കൂടി ഈ തീ പടരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഈ തീ അണയ്ച്ചത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ, അതായത് പൊള്ളലേറ്റവരിൽ ഒരാൾ കാപ്പ കേസ് പ്രതിയാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇതിൽ ഈ പരിക്കേറ്റവരിൽ 2 പേരുടെ നില, ഈ പൊള്ളലേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്, സാരമായിട്ടുള്ളതാണ് എന്ന വിവരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായ ഏതെങ്കിലും തർക്കങ്ങളുടെ തുടർച്ചയാണോ ഈ ശ്രീവത്സം ബാറിൽ വെച്ചുണ്ടായ ഈ സംഘർഷത്തിലേക്കും പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന തരത്തിലുള്ള ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വെഞ്ഞാറമൂട് പോലീസ് നൽകുന്ന വിവരം. ചാമ്പ്യന്മാർ സ്പെയിൻ. ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. സ്പെയിനാണ് ഇത്തവണത്തെ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ. ഇന്ന് വെളുപ്പിന് നടന്ന മത്സരത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത 1 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. എക്സ്ട്രാ ടൈമിലാണ് സ്പെയിൻ ഗോൾ നേടിയത്. മത്സരത്തിലുടനീളം സമഗ്രാധിപത്യം പുലർത്തിയാണ് സ്പാനിഷ് ടീമിന്റെ ജയം. 93-ാം മിനിറ്റിൽ 2ാമത്തെ മഞ്ഞക്കാർഡ് കിട്ടി എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ 10 പേരുമായാണ് അർജന്റീന കളിച്ചത്. അർഹിച്ച കരങ്ങളിലാണ് ലോക കിരീടമെത്തിയത്. കണ്ണീർ വാർക്കുന്ന മെസ്സിഹ സങ്കടക്കാഴ്ചയായെങ്കിലും വിശ്വം ജയിക്കാൻ കൂട്ടായ പ്രയത്നം മതിയായ തീരുവെന്ന് ബോധ്യപ്പെടുത്തി സ്പാനിഷ് പട. ഇനി സ്പെയിനിന്റെ ഭരണമാണ്, സ്പാനിഷ് റൂൾ. മെസ്സിഹ നിശബ്ദനായിരുന്നു ന്യൂജേഴ്സിയിൽ. മെസ്സിയെ നിശബ്ദനാക്കി എന്ന് പറയുന്നതാകും ഉചിതം. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രികനെ തൊടാൻ വിടാതിരിക്കുക എന്ന ആദ്യ തന്ത്രം തന്നെ വിജയിപ്പിച്ചു സ്പെയിൻ. അലസമായ പാസുകൾ അർജന്റീനയ്ക്ക് വാരിക്കുഴി തീർത്തു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ 11 സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്കോർ കാർഡ്. മൂർച്ചയില്ലാത്ത സ്പാനിഷ് ആക്രമണവും അർജന്റീനയ്ക്ക് കരുതലായി.
തന്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കാറുള്ള ലയണൽ സ്കലോണി ഇത്തവണ നിരായുധനായിരുന്നു വെള്ളവരക്കരികിൽ. റോദ്രിയുടെ കാലുകളിൽ മെനഞ്ഞ നീക്കങ്ങളാൽ സ്പെയിൻ കാളക്കൂറ്റിനെ പോലെ പലവട്ടം അർജന്റീൻ ബോക്സിലേക്ക് എത്തിയെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. അങ്ങനെ ഗോളില്ലാ കളി നിശ്ചിത സമയം പൂർത്തിയാക്കുന്നു എന്ന ഘട്ടത്തിൽ എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ മഞ്ഞക്കാട്. 10 പേരുമായി അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിന്റെ ആദ്യ പകുതി കടന്നെങ്കിലും 106-ാം മിനിറ്റിൽ അനിവാര്യമായ ആ ഗോളെത്തി. നിക്കോ വില്യംസിന്റെ ബാക്ക് ഹെഡറിൽ നിന്ന് ഫെറാൻ ടോറസ് ലോക കിരീടത്തിലേക്ക് ഒരു ഷോട്ട് തീർത്തു. പിന്നീടെല്ലാം ഔപചാരികത മാത്രം. 20 ഷോട്ടുകൾ എടുത്ത സ്പെയിന് മുന്നിൽ അർജന്റീനയ്ക്ക് അവകാശപ്പെടാൻ 2 എണ്ണം മാത്രം. 858 പാസുകൾ സ്പെയിൻ കൂട്ടിയിണക്കിയപ്പോൾ അർജന്റീന നടത്തിയത് 456 എണ്ണം മാത്രം. കയ്യാങ്കളിയിൽ തീർന്ന പോരിനൊടുവിൽ ഓർമ്മയിൽ നിലനിൽക്കുക സ്പാനിഷ് വിജയാഘോഷമാണ്. ലോക ഫൈനൽ തോൽക്കാത്ത സ്പെയിന് ഫുട്ബോൾ ലോകത്തിന്റെ കയ്യടികൾ. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. മത്സരശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അർജന്റീൻ പരിശീലകൻ ലയണൽ സ്കലോണി വികാരാധീനായി. വാക്കുകൾ പൂർത്തിയാക്കാനാകാതെയാണ് സ്കലോണി വാർത്താ സമ്മേളനം. ലോക ഫുട്ബോളിലെ പ്രധാന പുരസ്കാരങ്ങളെല്ലാം സ്വന്തമാക്കി സ്പാനിഷ് താരങ്ങൾ. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പാനിഷ് ക്യാപ്റ്റൻ റോദ്രിക്ക്. സ്പെയിൻ ഗോൾ കീപ്പർ ഉനൈ സിമോൺ ഗോൾഡൻ ഗ്ലൗ നേടിയപ്പോൾ ക്യൂബാസിയാണ് മികച്ച യുവതാരം. കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയ്ക്ക് കിട്ടി. ലോകകപ്പ് നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയാണ് ലോകകപ്പിന് സ്പെയിൻ തിരശീലയിട്ടത്. മെസ്സിയെ മറികടന്ന് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് ജനറലുമായ റോദ്രി സ്വന്തമാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കരുത്തു പകരാനും റോദ്രി പ്രകടമാക്കിയ അസാധാരണ മികവാണ് ടൂർണമെന്റിലെ മികച്ച താരമെന്ന പദവിക്ക് അർഹനാക്കിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്പാനിഷ് സംഘത്തിലേക്ക് തന്നെ എത്തി. സ്പാനിഷ് ഗോൾ വല കാത്ത ഉനായ് സിമോനാണ് ഈ നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങി 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയാണ് സിമോൺ ഗോൾഡൻ ഗ്ലൗവിൽ മുത്തമിട്ടത്. യുവതാരങ്ങളുടെ നിരയിൽ വിസ്മയമായി മാറിയ സ്പെയിന്റെ 19-കാരൻ പ്രതിരോധ താരം കുബാർസിയാണ് ബെസ്റ്റ് യങ് പ്ലെയർ. സെമി ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടൂർണമെന്റിൽ 10 ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. കിരീട നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളെല്ലാം തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് 2026 ലോകകപ്പിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും വീണ്ടും കണ്ണീർ വേദിയായി ന്യൂജേഴ്സിയിലെ മെറ്റഫ് സ്റ്റേഡിയം. തുടർച്ചയായ 2ാം ഫൈനലിലാണ് മെസ്സിയും അർജന്റീനയും നേർക്കുനേർ മെറ്റ്ലഫിൽ തോൽക്കുന്നത്. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ ശേഷമായിരുന്നു മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനം. കിരീടം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല മെസ്സിയും സംഘവും ഇക്കുറി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത്. 10 വർഷം മുൻപ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ശതാബ്ദി പതിപ്പിന്റെ ഫൈനലിൽ തോറ്റുമടങ്ങിയ അർജന്റീന വീണ്ടും തോൽവിയുടെ കൈപ്പറിഞ്ഞു ന്യൂജേഴ്സിയിൽ. അന്ന് ഫൈനലിൽ തോറ്റതിനു പിന്നാലെ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. പിന്നീട് ആ തീരുമാനം തിരുത്തിയാണ് മെസ്സി തിരിച്ചെത്തിയതും ലോകവിജയം നേടിയതും. 4 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് മെസ്സി പിന്നീട് നേടിയത്. വീണ്ടും ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ മെസ്സി കിരീടം നിലനിർത്തുമെന്ന് ആരാധകർ ഒന്നടങ്കം വിശ്വസിച്ചു. മെസ്സിയെ കണ്ണീരിലാഴ്ത്തിയ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ലോക കിരീടമുയർത്തി ആ കടം വീട്ടും എന്ന് ആരാധകർ കരുതി. പക്ഷേ ഒരിക്കൽ കൂടി മെസ്സിക്ക് കാലിടറി. കാലം മധുര പ്രതികാരത്തിന് നൽകിയ ആ അവസരം നഷ്ടപ്പെടുത്തി ഫുട്ബോൾ ദൈവം. അങ്ങനെ വീണ്ടും മെറ്റ്ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ വീണു. ഒരു കാര്യം ഉറപ്പ്, ഈ സ്റ്റേഡിയവും ഇവിടത്തെ 2 തോൽവികളും അർജന്റീന ആരാധകർക്ക് മറക്കാനാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. അർജന്റീന തോറ്റൊരു നിരാശയിലാണ് കോഴിക്കോട്ടെ ആരാധകർ. സ്പെയിൻ മികച്ച കളിയാണ് പുറത്തെടുത്തതെന്ന് അവർ പറയുന്നു. MS സനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അങ്ങനെ ലോക ഫുട്ബോളിലെ അർജന്റീനയുടെ തേരോട്ടം അവസാനിച്ചിരിക്കുന്നു. സ്പെയിൻ ഏകപക്ഷീയമായ 1 ഗോളുകൾക്ക് അർജന്റീനയെ തകർത്ത് വിജയം കൈവരിച്ചിരിക്കുന്ന കാഴ്ച. അങ്ങേയറ്റം പ്രതിരോധാത്മക ഫുട്ബോളാണ് ഇന്ന് അർജന്റീന നടത്തിയത്. എന്നാൽ സ്പെയിൻ ആവട്ടെ തുടക്കം മുതൽ തന്നെ അർജന്റീനയുടെ ഗോൾ മുഖത്ത് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അർജന്റീനയ്ക്ക് സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് പോലും എത്തി നോക്കാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. സ്കോർ
കപ്പുണ്ട്, അത് 3 ലക്ഷങ്ങളായിരുന്നു. തോറ്റൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും കളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ പോലും എത്തിക്കുന്നുണ്ടായില്ല അല്ലേ? അർജന്റീന ശക്തരായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പെയിൻ ജയിക്കേണ്ട കളി തന്നെയാണ് കളിച്ചത്. അവര് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അർജന്റീന ഒന്നും കളിച്ചിട്ടല്ല, ഫോമിലല്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനെ തന്നെ വേണം. ഒരു കളി ബോളാണ് അർജന്റീന കളിച്ചത്. ഒരു അറ്റംപ്റ്റ് പോലും ഇല്ല, പ്രോപ്പർ അറ്റംപ്റ്റ് ഇല്ല. ലാസ്റ്റിലാണ് കളിച്ചത്. ജയിച്ചു വന്നത് കാണാണ്ട്. ഫൈനൽ തോറ്റില്ലേ? ഫൈനൽ തോറ്റില്ല. ഒരു ഗോൾ ഒരു പോസ്റ്റിലേക്ക് അടിക്കാൻ പോലും ഒരു ഷോട്ട് കളിന്റെ റിസൾട്ട് ഏകദേശം ഉറപ്പായിരുന്നു. ജയിക്കുന്ന 100% ഉറപ്പായിരുന്നു. പിന്നെ ആകെ റഫറിന്റെ ഒരു ഗോള് 100% ഉറപ്പാകുന്ന ഗോള് പോയില്ലേ, അതുകൊണ്ട് ജയം ഉറപ്പായിരുന്നു. 100% അറിയിക്കുന്ന വിജയം, 100% കളിച്ച് നേടിയ വിജയം. അർജന്റീന ആരാധന കാണാൻ പോലും ഇവിടെ സ്പാനിഷ് ഫാൻസിനല്ലാതെ ആർക്കും അർജന്റീനയെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. കാരണം പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, നല്ലോണം കളിച്ചില്ല അവരെല്ലാരും. അതൊന്നും കുഴപ്പമില്ല. അല്ല, പോസ്റ്റിലേക്ക് ഗോൾ എത്തിക്കാൻ പോലും പറ്റിയില്ല. അർജന്റീനയ്ക്ക് ഒരു നല്ല ഷോട്ട് പോലും അടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനെങ്ങനെ കളിച്ചു? അതെ, നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീന വളരെ മോശം പ്രകടനം, മോശമായിരുന്നു അല്ലേ? പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. കളിച്ചിട്ടില്ല, ഒട്ടും കളിച്ചില്ല. കളിച്ചാലല്ലേ ജയിക്കുള്ളൂ. കളിച്ചില്ല, ആരും കളിച്ചില്ല. അതാണ് സത്യം. അല്ല, അർജന്റീന കളിച്ചില്ല. ഗോളി മാത്രമേ കളിച്ചുള്ളൂ. ഗോളിന്റെ ഒരു കഴിവോട് കൂടിയിട്ടാണ് ഇത്രയും രക്ഷപ്പെട്ടത്. ഒന്ന് ഗോളിലേക്ക് അറ്റംപ്റ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാം? 90 മിനിറ്റിൽ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഗോളാവും? അറ്റംപ്റ്റ് ചെയ്യാണ്ട് ഗോളാവില്ലല്ലോ. മറിച്ച് സ്പെയിൻ അപ്പുറത്തിട്ട് 20 അറ്റംപ്റ്റ് നടത്തി. അതിലേതെങ്കിലും പറഞ്ഞ ഗോളാവും നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ആ മാർക്കേഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയത്. സ്പെയിൻ ടീമാണോ? അർജന്റീന തീരെ മോശമായി കളിച്ചത് അല്ലേ? എന്താ തോന്നുന്നേ? നിങ്ങളൊക്കെ സ്പെയിൻകാരാണോ? അർജന്റീന തോക്കുന്ന കാണാൻ വന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ കളിയിൽ സ്പെയിൻ തോക്കുന്ന പറഞ്ഞ് സ്പെയിൻ തോക്കി. നിങ്ങളൊക്കെ ശരിക്കും സ്പെയിൻ ആയതാണോ അതോ പോർച്ചുഗൽ കാര്യം ബ്രസീലായിരുന്നു? അങ്ങനെ ഇവരുടെ കൂടെ കൂടി. അതെ. അപ്പൊ എന്തായാലും സന്തോഷമായി കണ്ടപ്പോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? സ്പെയിൻ തോക്കി, അത്രേ ഉള്ളൂ. സ്പെയിൻ തോക്കുന്ന സ്പെയിൻ തോക്കി. കളി ഫുള്ള് കളിച്ചത് സ്പെയിനാണ്. സ്പെയിൻ്റെ ടൈമിലെ ഫുള്ള് ഗോൾ ഉണ്ടായിരുന്നു. കളിച്ചത് സ്പെയിനാണ്. അർജന്റീന ഒന്നും ഇല്ലാതായി പോയി. അർജന്റീന ആകെ 10-20% ഗോളാല കാലിൽ കിട്ടിയിട്ടുള്ളൂ. ഗോള് കിട്ടിയിട്ട് പോലുമില്ല കയ്യിൽ. ഗോള് കയ്യിൽ തന്നെ കിട്ടിയില്ല. മെസ്സി അങ്ങേയറ്റം നിറം മങ്ങിയ ഒരു പ്രകടനമാണ്. എന്നാൽ മറുവശത്ത് യമാലും സംഘവും വളരെ ശക്തമായി തന്നെ അർജന്റീനൻ ഗോൾ മുഖത്ത് നിരന്തരം ആക്രമങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ച. അത്തരത്തിൽ നീണ്ട പ്രസിംഗിനൊടുവിൽ കൃത്യമായി തന്നെ ഗോൾ വലയിലെത്തിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഒരുപക്ഷെ മാർട്ടിനസ് കുറച്ചുകൂടി ദുർബലമായി പോയെങ്കിൽ ഇതിൽ കൂടുതൽ ഗോളുകൾ നിശ്ചിത സമയത്ത് തന്നെ ഒരുപക്ഷെ സ്പെയിന് നേടാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അർജന്റീനൻ ആരാധകർക്ക് ഒരു ദുരന്ത ദിനമായി തന്നെ ഇന്നത്തെ ഫൈനൽ മാറിയിരിക്കുന്നു. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഇടുക്കി തൊടുപുഴയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയെന്ന് ആരോപിച്ച് SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. മങ്ങാട്ടുകവലയിൽ ആണ് സംഭവം. ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച
ഇടത്താണ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വന്നതെന്നാണ് പരാതി. കരിമണ്ണൂർ SI റോയ് സുകുമാരൻ, ഡ്രൈവർ എന്നിവരെയാണ് നാട്ടുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തടഞ്ഞുവെച്ചത്. തൊടുപുഴ പോലീസ് എത്തി ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തു. വൈദ്യപരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് തൊടുപുഴ SHO അറിയിച്ചു. അടിക്കടി കറണ്ട് കട്ട്. മുക്കത്ത് മെഴുകുതിരി വിതരണം ചെയ്ത ഡിവൈഎഫ്ഐയുടെ വേറിട്ട പ്രതിഷേധം. പ്രദേശത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായാണ് ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി എത്തിയത്. മുക്കം ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർക്കും ബസ്സുകളിലെ യാത്രക്കാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും മെഴുകുതിരികൾ സൗജന്യമായി വിതരണം ചെയ്തു. ഇത് മെഴുകുതിരി കച്ചവടമല്ല, ഇത് ഡിവൈഎഫിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ പവർ കട്ടിനെതിരെ മെഴുകുതിരി കൊടുത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഈ മെഴുകുതിരി എല്ലാ വീട്ടിലും സൂക്ഷിച്ചു വെക്കാൻ നല്ലതാണ്. ഈ 5 കൊല്ലക്കാലം കരണ്ടൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരു മെഴുകുതിരി പോരാ, പെട്ടി തന്നെ വേണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മെഴുകുതിരി നീട്ടിയപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് തികച്ചും രസകരവും എന്നാൽ KSEBിക്കെതിരെയുള്ളതുമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഒരു മെഴുകുതിരി തന്നാൽ എങ്ങനെ തികയും? ദിവസം ഒരുപാട് തവണയല്ലേ കറണ്ട് പോകുന്നത്? അതുകൊണ്ട് കുറെ അധികം മെഴുകുതിരികൾ തരണമെന്നായിരുന്നു യാത്രക്കാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ചിരിയുണർത്തിയ മറുപടി. പ്രതിദിനം പലതവണ കറണ്ട് പോകുന്നത് മൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രതികരണങ്ങൾ. ചൂടും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും കാരണം ജനജീവിതം രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മേഖലാ കമ്മിറ്റി ഇത്തരമൊരു സമരമുറ സ്വീകരിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇത് UDF അധികാരത്തിൽ കയറിയത് മുതൽ കേരളത്തിൽ പ്രഖ്യാപിതമായും അപ്രഖ്യാപിതമായും പവർ കട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി ഈ മുക്കം ബസ് സ്റ്റാൻഡിലുള്ള യാത്രക്കാർക്കെല്ലാം മെഴുകുതിരി വിതരണം ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും വൈദ്യുതി മുടക്കത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ന്യൂസ് 18 മുക്കം. ഇടുക്കി ചിന്നക്കനാൽ ട്രാക്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. വില്ലേജ് 301 കോളനിയിൽ നിന്നും തടി കയറ്റി വന്ന ട്രാക്ടർ മറിഞ്ഞാണ് അപകടം. സൂര്യനെല്ലി സ്വദേശി കണ്ണനാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. രോഗബാധിതരോടും ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് അധികൃതരുടെ ക്രൂരത. 31 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച വൃക്ക രോഗബാധിതയായ 72-കാരിക്ക് ബാങ്ക് പണം നൽകാത്തതിനാൽ ഡയാലിസിസ് മുടങ്ങി. മേലച്ചിന്നാർ സ്വദേശി മാളിയക്കൽ മറിയാമ്മ എന്ന 72 വയസ്സുള്ള വയോധിക തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് 31 ലക്ഷം രൂപയാണ്. സെക്രട്ടറി സുനിതാകുമാരിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് മറ്റ് 2 ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്ന തുകകൾ ഇവിടേക്ക് മാറ്റുകയായിരുന്നു. ഉയർന്ന നിരക്കിൽ പലിശ വാഗ്ദാനം ചെയ്താണ് സെക്രട്ടറി മറിയാമ്മയെക്കൊണ്ട് തുക ഇവിടേക്ക് എത്തിച്ചത്. എന്നാൽ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സാ ആവശ്യങ്ങൾക്കായി പണം ചോദിച്ചപ്പോൾ പിന്നീട് വരുവാനാണ് മറുപടി. നിരവധി തവണ ബാങ്കിൽ കയറിയിറങ്ങിയപ്പോൾ ലഭിച്ചത് 2 ലക്ഷത്തോളം രൂപ മാത്രമാണെന്നും അത് നൽകിയത് തന്നെ 1000ഉം 2000ഉം വീതമാണെന്നും മറിയാമ്മ വ്യക്തമാക്കി. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ? മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, ഡയാലിസിസ് ചെയ്യുന്നതിന് അൽഫോൻസ ആശുപത്രിയില്ല, അവിടെ പൈസ കൊടുക്കാതെ അവർ സമ്മതിക്കും. ഇച്ചിരിച്ച് തന്നിട്ട് തന്നെ കാര്യമാണ്. സെക്രട്ടറി കാശ് ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അവന് 1 ഏക്കർ സ്ഥലം എനിക്ക് പാറക്കെട്ടിൻ്റെ വേണ്ടല്ല, എനിക്ക് ഇനി ഇന്നത്തെ സ്ഥലം പറ. 3000 രൂപ 2000 രൂപ വരെ പ്രാവശ്യം ആശുപത്രി പോകുമ്പോൾ എനിക്ക് തരുമായിരുന്നു. 31 ലക്ഷം രൂപ ബാങ്കിലുള്ളപ്പോഴാണ് തനിക്ക് ഈ ഗതികേടെന്ന് ഈ വയോധിക പറയുന്നു. ചികിത്സ മുടങ്ങിയതോടെ മറിയാമ്മ ബാങ്കിനും സഹകരണ വകുപ്പിനും പോലീസിനും പരാതി നൽകി. പണത്തിനു പകരം സമീപത്തെ മലമുകളിൽ 1 ഏക്കർ സ്ഥലം നൽകാമെന്ന് പ്രസിഡന്റ് പറഞ്ഞതായും മറിയാമ്മ പറഞ്ഞു. മാരക രോഗികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത് ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും വസ്തുവകകൾ സമ്പാദിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് വടക്കഞ്ചേരിയിൽ ബസ്സുമായി കൂട്ടിയിടിച്ച CNG ഗ്യാസ് ലോറി മറിഞ്ഞു. അപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ CNG വാതകം പുറത്തേക്ക് വരികയായിരുന്നു. വടക്കഞ്ചേരി അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഗ്യാസ് നിർവീര്യമാക്കി. ഹൈവേ പോലീസ്, വടക്കഞ്ചേരി പോലീസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ ഇരട്ടക്കുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വീട്ടുമുറ്റത്തെ കോഴിക്കൂട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. കാരശ്ശേരി സ്വദേശി കളത്തിങ്ങൽ KC മുനീഷിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടിച്ചത്. പാമ്പ് കൂട്ടത്തിലുണ്ടായിരുന്ന 3 കോഴികളെ വിഴുങ്ങി.
വീട്ടുകാർക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ചതായിരുന്നു കോഴികളെ. സ്നേക്ക് റെസ്ക്യൂ അംഗം ബാബു എള്ളങ്ങളാണ് പാമ്പിനെ പിടികൂടിയത്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് കൂട് തുറക്കാൻ വീട്ടുകാർ എത്തിയപ്പോൾ പാമ്പിനെ കണ്ടത്. വള്ളംകളിയിലെ തുഴച്ചിൽക്കാർക്ക് ഇനി മുതൽ ഇൻഷുറൻസ് പരിരക്ഷയും. ആറന്മുള പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാർക്കാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് പരിരക്ഷ. ഉത്രട്ടാതിയിൽ ജലമേളയിൽ പങ്കെടുക്കുന്ന 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിൽക്കാർക്കും പള്ളിയോട പ്രതിനിധികൾക്കുമാണ് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുക. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രജീഷ് തോമസ് ദേവസ്വം മന്ത്രി കെ മുരളീധരന് ഇൻഷുറൻസ് രേഖകൾ കൈമാറി. സ്പോട്ട് ലൈവിൽ ടോം ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.